ഓക്കെ ഗായ്സ്, എന്തായാലും ഞാനിപ്പോൾ എന്തായാലും രാവിലെ തന്നെ എന്തായാലും എണീറ്റിട്ട് എന്തായാലും കുറച്ച് നേരം ടി വി ഒക്കെ എന്തായാലും കണ്ടുകൊണ്ട് എന്തായാലും ഇരിക്കുകയായിരുന്നു. ഓക്കെ, എന്നിട്ടിപ്പോൾ ഞാൻ എന്തായാലും ഇറങ്ങാനായിട്ട് വേണമൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ എന്തായാലും കഴിച്ചിട്ട് എന്തായാലും വരാം. നമ്മുടെ വണ്ടികളൊക്കെ ഇവിടെ കിടക്കണം. മസ്റ്റാങ്, താറ്, GTR, യമഹ R15, നമ്മുടെ സൈക്കിള്, പിന്നെ കവാസാക്കി നിഞ്ച ZX10. ഓക്കെ, എല്ലാ വണ്ടിയും ഇവിടെ കിടപ്പുണ്ടൊക്കെ. അപ്പം നമുക്ക് ഏത് വണ്ടി എടുത്തുകൊണ്ട് പോവാം? നമ്മുടെ GTR എടുത്തിട്ട് കുറേ ദിവസമായി. അതെടുക്കാം. ഓക്കെ, GTR എടുത്തിട്ട് 2-3 ആഴ്ച. അയ്യോ, നമ്മുടെ R15 നമുക്ക് തട്ടിയിട്ട് സാരില്ല. നമുക്ക് വണ്ടി നൈസായിട്ട് ഇച്ചിരി റിവേഴ്സ് എടുത്ത് നമുക്ക് ഇവിടെ ഇടാക്കി. അറിയാതെ നടന്നു പോയപ്പോൾ R15 തട്ടി. ഇപ്പോൾ നേരെ നമ്മുടെ GTRലോട്ട് കയറാം. ഓക്കെ, അപ്പം ഈ വണ്ടി എടുത്തു കുറേ ദിവസം എടുത്തിട്ടൊക്കെ ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ താറ എടുക്കുക. മസ്റ്റാങ് എടുത്ത് കുറേ ദിവസമൊക്കെ. നമുക്ക് എന്തായാലും നേരെ പോയിട്ട് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് എന്തായാലും ഒന്ന് വരാം. ഓക്കെ, ഓക്കെ, നേരെ വണ്ടി എടുത്തൊന്ന് നേരെ നമുക്ക് എന്തെങ്കിലും പോയി കഴിച്ചിട്ടൊക്കെ എന്തായാലും വരാം. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും നേരെ എന്തായാലും റെസ്റ്റോറൻറ്റിലോട്ട് എന്തായാലും പിടിച്ചേനെ. ആദ്യം നമ്മൾ GTR കൂടെ ആണ്. ഓക്കെ, വാങ്ങിച്ചിട്ട് 1 മാസം പോലും ആയില്ല ഗൈസ് വണ്ടി. ഓക്കെ, ഓക്കെ, നമ്മളങ്ങനെ ഫൈനലി നമ്മളങ്ങനെ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് എന്തായാലും കഴിക്കാം. ഓക്കെ, ഓക്കെ, സാർ കോളും കാര്യങ്ങളൊക്കെ പറഞ്ഞത് ആരാണെന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, ഓക്കെ, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചേട്ടനാണ്. അങ്ങനെ നൈസായിട്ട് എന്തെന്ന് നോക്കി നോക്കാം. ഓക്കെ, ഓക്കെ ഗൈസ്, നൈസായിട്ട് പണി പാളി. നമ്മുടെ വീട്ടിൽ ആരോ വന്നെന്നാൽ റോക്കറ്റ് ലോഞ്ചറിനൊക്കെ ഇട്ട് ഫുള്ളായിട്ട് നമ്മുടെ എല്ലാ വണ്ടികളും നമ്മുടെ വീട് മൊത്തത്തിൽ എന്തായാലും ആരോ കത്തിച്ചെന്നാണ് പറഞ്ഞത്. നമുക്ക് ഒന്നും നോക്കണം, പെട്ടെന്ന് തന്നെ പോയിട്ട് അവനെ അടിച്ച് നോക്കിയത് ആരാണെന്ന് എനിക്കൊരു പിടി. നമ്മളിപ്പോൾ ഇറങ്ങിയതുള്ളൂ. അതിന് മുമ്പേ ആരോ നമ്മുടെ വീട് ഞങ്ങൾക്ക് മൊത്തത്തിൽ എന്തായാലും കത്തിച്ചോക്കെ. നമുക്ക് എന്തായാലും നേരെ ഇവിടെ വീട്ടിൽ എന്തായാലും എത്തിയിട്ട് കാണാം. ഓക്കെ, ഓക്കെ ഗായ്സ്, നമ്മളങ്ങനെ വീട്ടിലോട്ടേക്ക് ഏകദേശം എന്തായാലും എത്തിയിട്ടുണ്ട്. അപ്പോൾ കണ്ട കാഴ്ചകളൊക്കെ ഇതാണ്. നമ്മുടെ വണ്ടികൾ മൊത്തത്തിൽ എന്തായാലും കത്തിച്ചിട്ട് എന്തായാലും കൊണ്ടുപോകുക. എൻ്റെ ഒന്ന് നമ്മുടെ മസ്റ്റാങ്ങൊക്കെ അവിടെ കത്തിക്കിടക്കണം. നമ്മുടെ സൈക്കിള് മാത്രം കത്തില്ല. ബാക്കിന് ഞാൻ GTR എടുത്തുകൊണ്ടായിട്ട് അതിനൊന്നും പറ്റില്ല. പുതിയ വണ്ടിയും കൂടെ എനിക്ക് നമ്മുടെ എല്ലാ വണ്ടിയും പോയി ഗൈസ്. സൈക്കിള് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് എന്തെന്ന് എനിക്കൊരു പിടിയില്ല. എല്ലാ വണ്ടിയും എന്തായാലും കത്തിച്ചെന്തായാലും കാണാം. ഇതാരാണെന്ന് എനിക്കൊരു പിടിയും തന്നെ എന്തായാലും ഇല്ല. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് നൈസായിട്ട് എന്തായാലും ഗൈസ് നമ്മുടെ ഒരു ഫ്രണ്ട് ഞാനൊക്കെ ഉണ്ട്. അവൻ എന്തായാലും ഹാക്കറുകളൊക്കെയാണ്. അപ്പോൾ ഈ കത്തിച്ചവൻ്റെ ഞാനൊക്കെ നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും ഒന്ന് ട്രാക്ക് ചെയ്ത് എന്തായാലും ഒന്ന് നോക്കാം. ഓക്കെ, ഇത് ആരാണെന്ന് എനിക്കൊരു പിടിയെന്നുള്ളത്. എന്താ എല്ലാ വണ്ടികളും കത്തിച്ചെന്തായാലും കളഞ്ഞേക്കാം. നമ്മുടെ GTR എടുത്തുകൊണ്ട് നേരെ എന്തായാലും കത്തിച്ച് വിടാം. ഓക്കെ, അപ്പോൾ താറ്, മസ്റ്റാങ് എല്ലാം പൊട്ടിച്ചാണ്. ഏകദേശം അടുത്ത് തന്നെയാണ്. ഓക്കെ, അപ്പം നേരെ എന്തായാലും ഇപ്പോൾ ഓക്കെ അവർ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഓക്കെ, നമ്മൾ ഫുഡ് കഴിച്ചതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള ഫ്ലാറ്റിലാണ് അവൻ താമസിക്കുന്നത്. ഓക്കെ, ഞാൻ എന്തായാലും അവൻ്റെ കൂടെ എന്തായാലും ചോദിച്ചിട്ട് എന്തായാലും വരട്ടെ. ഓക്കെ, ഇപ്പം എന്തായാലും ഇതാണ് അവൻ്റെ ഇതെന്ന് കാണിക്കണം. ഓക്കെ, എന്തായാലും പെട്ടെന്ന് തന്നെ എന്തായാലും നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും ഇപ്പം അവൻ്റെ കൂടെ ചോദിച്ചിട്ട് എന്തായാലും വരാം. ഓക്കെ, ഓക്കെ ഗായ്സ്, എന്തായാലും നമുക്കിങ്ങനെ ഫൈനൽ ലൊക്കേഷനും ഞങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമുള്ള ഒരാളും ഞങ്ങൾക്ക് തന്നെയാണ്. നമ്മുടെ ഈ ഒരു നമ്മുടെ CJയുടെ ബ്രദറും ഞങ്ങളൊക്കെയാണ്. അതായത് നമ്മുടെ ഈ ഒരു ഗെയിമിലുള്ള ഈ ഒരു ക്യാരക്ടറിലൊക്കെ ഇയാളുടെ അനിയനും ഞങ്ങളൊക്കെയാണ് ഗൈസ്. നമ്മുടെ വീടും വണ്ടികളും എല്ലാം തന്നെ എന്തായാലും പൊട്ടിച്ച് കളഞ്ഞു. ഓക്കെ, പിന്നീട്ടുള്ള 8ൻ്റെ പണി ഞാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ലൊക്കേഷനും ഞങ്ങളൊക്കെ കിട്ടിയിട്ട് എന്തായാലും തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് അങ്ങ് അറ്റത്തൊരു ബ്ലൂ താറ് ഞങ്ങൾ കിടപ്പുണ്ട്. അപ്പം ആ ഒരു താറും ഞങ്ങളൊക്കെയാണ് ഗൈസ് നമ്മുടെ ബ്രദർ ഞങ്ങളൊക്കെയാണ്. അതായത് നമ്മുടെ CJയുടെ ചേട്ടൻ. ഓക്കെ, അപ്പോൾ CJ ആയിരുന്നു എല്ലാവർക്കും മനസ്സിലായി കാണാമല്ലോ. നമ്മുടെ
ഈ ഒരു ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിലുള്ള ഈ ഒരു ക്യാരക്ടറിൻ്റെ പേരാണ്. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു താറ് ഞങ്ങൾ കിടപ്പുണ്ട്. നമ്മുടെ ചേട്ടനും ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഒന്നും നോക്കണ്ട, ഒരൊറ്റ ഇടി കൊടുക്കും. ഇന്ന് ഇവൻ്റെ കാര്യം തീരുമാനമാക്കിയിട്ടേ ഉള്ളൂ. ഗൈസ്, കുറേ വർഷങ്ങൾക്ക് മുമ്പേ എന്തോ ഒരു ആവശ്യത്തിന് നമ്മുടെ CJ ആയിട്ട് പിണങ്ങി പോയതാണ്. എന്നിട്ടിപ്പോൾ നമുക്കിട്ട് പണിയാനാ വന്നത്. ഇന്ന് ഇവൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കിയിട്ട് തന്നെ ഗൈസ് കാര്യം. നമുക്ക് ഒറ്റ ഇടി കൊടുക്കാം. എൻ്റെ അമ്പോ നമ്മളങ്ങനെ ഇടിച്ചിട്ട് എന്തായാലും ഉണ്ട് ഗൈസ് അവൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ. നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും ഇറങ്ങി എന്നാലും അവൻ്റെ അടുത്ത് എന്തായാലും പോവാം. ഓക്കെ ഗായ്സ്, എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും ആരോ നമ്മുടെ താറിലും കണക്ക് എന്തായാലും കൊണ്ടെന്നാലും ഇടിച്ചെടുത്ത് മിക്കവാറും ഗൈസ് നമ്മുടെ CJങ്ങളൊക്കെ തന്നെ. യെസ് ഗൈസ്, അവൻ്റെ കാറുകളൊക്കെ അവിടെ കിടക്കുന്ന നമുക്ക് ഒന്നും നോക്കണ്ട, കണ്ട വഴി അതിനെ അടിച്ചെന്തായാലും പൊട്ടിക്കുക. എൻ്റെ മോനെ അവനെവിടെയാണെന്ന് എനിക്കൊരു പിടിയില്ല. മിക്കവാറും ഒരു കാറിൻ്റെ അകത്തെന്തായാലും കാണുമായിരിക്കും. എന്തായാലും എവിടെയാണെന്ന് എന്തായാലും എനിക്കൊരു പിടിയില്ല. എന്തായാലും മൊത്തത്തിൽ എന്തായാലും അവൻ്റെ വണ്ടികളൊക്കെ എന്തായാലും അടിച്ചെന്തായാലും പൊട്ടിക്കുകയാണ്. അത് എന്തായാലും അവൻ എവിടെയാണ് കണ്ടില്ല. അപ്പോൾ താറിനകളൊക്കെ അവനെ ഇടിച്ച് ഈ ഒരു പരുവത്തിലാക്കി എന്തായാലും മാറ്റിയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ ഗായ്സ്, നൈസായിട്ട് പണി പാളി. നമ്മുടെ ചേട്ടനങ്ങളൊക്കെ എന്തായാലും അവിടെ നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് ഒന്നും നോക്കണ്ട, ഒരു റോക്കറ്റ് ലോഞ്ചർ ഇട്ട് നേരെ എന്തായാലും ഒരു വണ്ടിയിലോട്ട് എന്തായാലും വിടാം. അവനിപ്പോൾ തന്നെ എന്തായാലും കൊന്നങ്ങ് എന്തായാലും കളയൊക്കെ നമ്മളങ്ങനെ റോക്കറ്റ് ലോഞ്ചർ എടുത്ത് എൻ്റെ മോനെ ആ താറിലോട്ട് നമ്മളങ്ങനെ തുരാ നമ്മളങ്ങനെ വീട്ടിലുണ്ട്. നമ്മുടെ GTR ആണ് നമ്മൾ അടിച്ച് പൊട്ടിച്ചേക്കാണ്. എൻ്റെ മോനെ അവൻ മിക്കവാറും ചത്തായി, എനിക്കറിയത്തില്ല. എന്തായാലും നമ്മുടെ ചേട്ടൻ ജീവനോട് ഉണ്ടാകുന്ന എനിക്കറിയത്തില്ല. നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും നമ്മുടെ താറുകളൊക്കെ എന്തായാലും CJങ്ങളൊക്കെ എന്തായാലും വെടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ഒന്നും നോക്കണം, നേരെ ചെന്നിട്ട് അവൻ്റെ വണ്ടിക്കിട്ടങ്ങ് ഒരൊറ്റ പൊട്ടലങ്ങ് പൊട്ടിക്കുക. എൻ്റെ ആമ്പോ ഓക്കെ ഗൈസ്, അവനെ ഫൈനലി നമുക്ക് എന്തായാലും അവനെ പിടിച്ചെന്തായാലും വണ്ടിക്കകത്ത് എന്തായാലും എടുത്ത് കയറ്റാം. എൻ്റെ ആമ്പോ നമ്മളങ്ങനെ ഫൈനലി അങ്ങനെ നമ്മുടെ CJ പിടിച്ച് നേരെ അവൻ്റെ GTR തന്നെ എന്തായാലും കേട്ടിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇപ്പം എന്തായാലും നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോവുകയാണ്. ഇന്ന് ഇവൻ്റെ കാര്യത്തിലൊരു തീരുമാനം ആക്കിയിട്ട് തന്നെ കാര്യം. ഇന്ന് ഇവനെ കൊന്നേ പറ്റും. അപ്പോൾ ഞാൻ എന്തായാലും ഈ വണ്ടി വെടിച്ച് പൊട്ടിക്കണം. ഈ വണ്ടി നേരെ റെയിൽവേ സ്റ്റേഷനിൽ ട്രാക്കിൽ കൊണ്ടിട്ട് ട്രെയിൻ വെച്ച് ഇടിച്ച് പൊട്ടിക്കാനായിട്ട് പോവാണ്. ഇനി ഇവൻ ജീവനോട് ഇരിക്കാൻ വേണ്ട. CJയുടെ കാര്യത്തിൽ തീരുമാനം. അവൻ്റെ ബോധവും കണക്കെ പോയി കിടക്കണം. അവൻ്റെ വണ്ടി കിട്ടിയ നല്ല പൊട്ടൽ പൊട്ടിച്ചാണ്. അപ്പോൾ നമുക്ക് നൈസായിട്ട് എന്തായാലും ട്രാക്കിൽ കണക്ക് എന്തായാലും ഈ ഒരു GTR കണക്ക് എടുത്തിട്ടുണ്ട്. അവൻ എന്തായാലും അകത്ത് കിടക്കുകയാണ്. നമുക്കെന്തായാലും പെട്ടെന്ന് എന്തായാലും പോയി ഓടി നേരെ നമുക്ക് എന്തായാലും ആ ഒരു ട്രെയിനിൽ എന്തായാലും നൈസായിട്ട് എന്തായാലും കയറാൻ ഗൈസ്. എന്നിട്ട് നമുക്കെന്തായാലും നമ്മുടെ CJ കണക്ക് നൈസായിട്ട് കൊല്ലാം. പണ്ട് ഇവൻ്റെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെന്തായാലും ഇവനെ വിട്ട് പിണങ്ങി പോയത്. ഇവൻ ഒറ്റ ഒരു കാരണമാണ്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി നമ്മളങ്ങനെ വണ്ടിയും കണക്ക് നമ്മളങ്ങനെ എടുത്തിട്ട് എന്തായാലും ഉണ്ട്. ഒരൊറ്റ ഇടിയും കൊടുക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ നേരെ എന്തായാലും നമ്മളങ്ങനെ CJയുടെ GTR കണ്ടിടിക്കണം. അങ്ങനെ CJയുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനങ്ങളൊക്കെ എന്തായാലും ആയിട്ട് എന്തായാലും വന്നിട്ട്. അപ്പോൾ ഗൈസ്, അപ്പം ഇതിൻ്റെ പാർട്ട് 2 കാലൊക്കെ നമ്മളെന്തായാലും ഉടനെ തന്നെ എന്തായാലും ഇടുന്നതാണ്. അപ്പം ഈ ഒരു പാർട്ട് കണക്കെ എവിടെ വെച്ച് എന്തായാലും വൈൻഡപ്പ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ടായിട്ട് ഞാൻ എന്തായാലും നാളെ തന്നെ എന്തായാലും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. പിന്നെ എൻ്റെ ചാനൽ ഇതായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് ബെല്ലൈക്കൺ എനേബിൾ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.